ഹലോ ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും ഇതാ വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പം ട്രിപ്പ് പോകുന്നതിൻ്റെ യാത്രകളെന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങാണ് ഗൈസ്. നമ്മുടെ ഷാലിമാർ ബസ്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്നതിൻ്റെ അടുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറിയിട്ടല്ലേ. അങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ ആദ്യം അരക്കിണർ പോയിട്ട് പിക്ക് ചെയ്യുന്നു, പിന്നെ മാങ്കാവ്, പിന്നെ നേരെ നമ്മൾ വയനാട്ടിലേക്കാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. എന്തായാലും അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ നല്ല ഉഷാറാവണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? പാട്ട് വേണം അല്ലേ. അപ്പോൾ ആ പാട്ടിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് വന്നാൽ പിന്നെ ആരും അടങ്ങിയിരിക്കില്ല, എല്ലാവരും ചാടിക്കയറി തുള്ളിക്കാളും. നമുക്ക് ഡാൻസ് ഒന്നും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കളിക്കാനുള്ളത് നമ്മൾ കളിക്കും. എന്തേ, അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ വേണ്ടത്, എന്നാലല്ലേ ട്രിപ്പിനൊരു ഉഷാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലി എന്തായാലും നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നീഫ് ഖാൻ്റെ ഉമ്മാൻ്റെ ഫാമിലി കേട്ടോ. അന്ന് നമ്മൾ ഉപ്പാൻ്റെ ഫാമിലിയല്ലേ കണ്ടത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ ഫാമിലി. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് നമ്മുടെ ടൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പോയി വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രശ്നം സൗണ്ടിനുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കയറി ഗൈസ്. അപ്പോൾ എല്ലാവരും കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ ഗർഭിണിക്കൊരു പൂതി കോൽമിഠായി തിന്നാൻ. അങ്ങനെ കോൽമിഠായി വാങ്ങി. അപ്പോൾ ചെറിയൊരു കുട്ടിക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് താത്തക്കും കൂടി വാങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും നല്ല കോൽമിഠായൊക്കെ തിന്നിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഗൈസ് നമ്മളിതാ കുറേ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ കുറച്ച് കാര്യം ഇപ്പം രാവിലെ തന്നെ ആയതുകൊണ്ടുള്ള കരച്ചിലും ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഉറക്കത്ത് എണീറ്റ് കൊണ്ടുപോകുന്നതല്ലേ നമ്മൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് അടക്കിയിട്ട് വേണം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മളിവിടെ പാട്ടൊക്കെ വെച്ച് കളി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ ഫാമിലിയിൽ നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 25 കുടുംബസംഗമം നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബസംഗമം നമുക്ക് ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജനുവരിയിലേക്ക് ഈ ഒരു ട്രിപ്പാക്കി മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഒരു യാത്ര ഉണ്ടാക്കിയത്. അങ്ങനെ കുടുംബസംഘമായാലും ട്രിപ്പായാലും നമ്മളെന്തായാലും എൻജോയ് ചെയ്ത് പോകും. അടിച്ച് പൊളിച്ചിട്ട് തന്നെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ട്രിപ്പും നമ്മൾ അടിച്ച് പൊളിച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ പോക്ക് ബസ്സിലിട്ട് ആടി തിമർത്തിക്കുന്നത് മക്കളും നമ്മളും എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് ചുരം എത്തുന്നതിന് മുന്നേ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ചായയൊക്കെ കുടിക്കാനുണ്ടായിരുന്നു. ചുരം കയറി എത്തുന്നതിന് മുന്നേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. അങ്ങനെ ചുരം കയറുമ്പോൾ നമ്മൾ ഡാൻസൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും പാട്ടിലേക്ക് നിന്നിട്ടുണ്ട്. കാരണം ചുരം കയറുമ്പോൾ എല്ലാവരും ഒന്ന് പാട്ടൊക്കെ പാടി നല്ല അടങ്ങി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാനാക്കിയത്. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ പാടുന്നുണ്ട്. കാക്കാം, നീഫ്ക, ഷായി എല്ലാവരും പാടുന്നുണ്ട്. അരം ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പതിയായിട്ട് പോകുന്നത്. നിങ്ങളിതാ റിസോർട്ടിൻ്റെ മുന്നിൽ എത്താനായി ഗൈസ്. അപ്പം നമ്മളിതാ ഏതാനും നിമിഷങ്ങൾക്കകം ബസ് നിർത്തി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം റിസോർട്ടിലുള്ള ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.